ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹെയർ ബാൻഡ് എന്ന് പറയുമ്പോൾ മെറ്റൽ ബോ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഗിയർ വയറും വൈറ്റ് പേളും ഗോൾഡൻ പേളും ആണ് കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് പേൾ ഉപയോഗിച്ചിട്ട് ഗിയർ വയർ കൊണ്ട് നമുക്കൊരു ചെയിനും, അതായത് കുറച്ചൊരു ലെങ്ത്തുള്ള ഒരു ചെയിൻ പോലെ ഉണ്ടാക്കണം. ചെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ ചെയിനല്ല, സർക്കിളായിട്ട് വരണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗിയർ വയറിൻ്റെ ഒരു ഭാഗത്ത് 5 വൈറ്റ് പേൾസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 5 വൈറ്റ് പേൾസ് ഇട്ടിട്ട് ഗിയർ വയറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ ഒരു പേൾ കൂടി ഇട്ടിട്ട് മറ്റേ ഭാഗം, അതായത് ഗിയർ വയറിൻ്റെ മറ്റേ ഭാഗം അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ലോക്ക് ചെയ്യുക. ഇത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. പറയുമ്പോൾ എന്തോ കോംപ്ലിക്കേഷൻസ് ഒക്കെ തോന്നുമെങ്കിലും സംഭവം ഈസിയാണ്. അതായത് ഇത് എങ്ങനെ ഒരു മുത്തിടുക, ആ മുത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ മറ്റേ ഭാഗം ഗിയർ വയറിൻ്റെ മറ്റേ ഭാഗം കൂടി ഇടുക. അങ്ങനെ അതും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതൊരു സർക്കിളാവും. ഇനി അതിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് ഇട്ടത്, അങ്ങനെയല്ല. ഇനി അടുത്തത് ചെയ്യുമ്പം ഗിയർ വയറിൻ്റെ 2 ഭാഗത്തും 2 മുത്ത് വീതം ഇടുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുത്തിട്ടിട്ട് അത് ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഉള്ളിലൂടെ എടുത്ത് ലോക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു സർക്കിളാവും. അങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഇത് മൊത്തം ചെയ്തെടുക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ടാസ്ക്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ ഈ കൊറിയൻ ഇതിലൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ 1-2 വീഡിയോസ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് വരാൻ തുടങ്ങി. കാരണം ഗിയർ വയർ അവർ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക, പിന്നെ അതിങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക, ഹെയർ ബാൻഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക, അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് വരുന്ന പോലെയൊക്കെ ഒരു തോന്നൽ എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചതാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് പോലും, ഇപ്പോൾ വലിയ എക്സ്പേർട്സ് ഒന്നും അല്ലെങ്കിലും സാധാരണ നമുക്ക് വീട്ടിൽ പോലും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ മോഡൽ. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ അത് മുഴുവനായിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ ഗമ്മ് തേച്ചിട്ട് തന്നെയാണ് ഹെയർ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഗിയർ വയർ കൊണ്ട് കെട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഈ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ളതാണ്. അത് കാരണം ഞാൻ എളുപ്പപ്പണികൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഇത് എന്നെപ്പോലെ എളുപ്പപ്പണിയുള്ളവർക്കൊക്കെ വേഗം ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഗിയർ വയറിൻ്റെ അവസാനത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിടുകയല്ല ചെയ്തത്. ഞാൻ അവിടെയും ഗിയർ ലോക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. ഒരു കുഞ്ഞു ഗിയർ ലോക്കിലേക്ക് 2 ഗിയർ വയറിൻ്റെ അറ്റവും കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തിട്ട് നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് ഇളകി വരില്ല. നല്ല അടിപൊളിയായിട്ട് അത് അവിടെ നിന്നോളും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഗമ്മ് തേച്ച് കൊടുക്കുകയാണേ. അപ്പോൾ എൻ്റെ ഗമ്മ് ഞാൻ മാറ്റിയിട്ടുണ്ട്. മറ്റേ ശോചനീയമായ ഒരു സിറ്റുവേഷനിൽ നിന്നും ഗമ്മ് ഞാൻ പുതിയത് വാങ്ങിയതുകൊണ്ട് വളരെ നീറ്റായിരിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആ ഗമ്മാണെങ്കിൽ ഒരു ഇത്തിരി വേണ്ടടുത്ത് ഒത്തിരി വരുമായിരുന്നു. ഇതിപ്പോൾ ഒത്തിരി വേണ്ടടുത്ത് പോലും ഇത്തിരിയേ വരുന്നുള്ളൂ. ഒരുപാട് നേരം നമ്മളിതിന് വേണ്ടി നിൽക്കുന്ന പോലെ ഒരു ക്ഷമ കുറവ് പോലെ തോന്നി. പക്ഷേ ബെറ്റർ ഇതാണെന്ന് ഉള്ളതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നീറ്റായി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പശ തേച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ആ ചെയിന്, അതായത് പേൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് അവിടെ ഒട്ടിച്ചു കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെയർ ബാൻഡിൽ നിന്നും ആ മുത്തിങ്ങനെ വിട്ട് മേലേക്ക് പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഗിയർ വയർ ആകുമ്പോൾ ഇങ്ങനെ അമർത്തി ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് നല്ലവണ്ണം ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം ഇളകിപ്പോരും. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. ഓക്കെ, ഇങ്ങനെ ഞാനതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ നിന്നു. സംഭവം ഞാനിതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാക്കുന്നത് ഞാനും ഇതാദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗോൾഡൻ കളർ ഓരോ പേൾസ് വീതം ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ടേപ്പും കൂടെ ഇട്ടു. അപ്പോൾ ഇതേ ഇങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞപ്പം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈറ്റും ഗോൾഡൻ കളറും കൂടെയുള്ള ആ കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്കിത് നമ്മുടെ ഡ്രസ്സിനൊക്കെ കസ്റ്റമൈസ്ഡായിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്